ഇത് നമുക്കൊരു മുല്ലപ്പൂമാല ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്കൊരു വെള്ള തുണി വേണം. ഈ വെള്ള തുണിയിൽ ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാട്ടർ കളർ, മഞ്ഞ കളർ വെള്ളത്തിൽ മുക്കിയിട്ട് തുണിയൊന്ന് മുക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡ് വന്നോളും. നല്ലതായിട്ട് ഉണക്കിയെടുക്കണം. എന്ന് വെച്ചാൽ ചെറിയൊരു കഷ്ണം അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഇതളിൻ്റെയൊക്കെ രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഏറെ തുണി എടുക്കണേ. അത് രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ മടക്കിയെടുത്തിട്ട് നമുക്കൊരു ഇതളിൻ്റെ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ശേഷം അത് മുഴുവനായിട്ടൊന്ന് വിടർത്തി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറേ ഇതളുകൾ കിട്ടും. അതൊന്ന് ഒരുമിച്ച് വെച്ച് ഒരു പച്ച നൂലിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാവേ. പച്ച നൂലിട്ട് കെട്ടുന്ന വെച്ചാൽ അതിൻ്റെ ഒരു തണ്ടിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് കെട്ടിക്കെടുത്ത ശേഷം നമുക്കിതുപോലെ കുറച്ചുകൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാവേ. എന്നിട്ട് നമുക്ക് നൂലും കൊണ്ട് മാല കെട്ടുന്ന പോലെ ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കാനും മറക്കല്ലേ. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനും കുറച്ചേറെ തുണി എടുത്തിട്ട് ഉണ്ടാക്കാൻ നോക്കുക.